الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ, ദാക്കിരീങ്ങളായിട്ടുള്ള ആളുകൾ, അവരുടെ സവിശേഷതകളാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ദിക്റുകൾ കാണാതെ പഠിച്ച് നമസ്കാരശേഷമോ അതല്ലെങ്കിൽ പള്ളിയിലിരിക്കുന്നതോ ഇഅ്തികാഫിരിക്കുമ്പോഴൊക്കെ കുറേ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ധാരാളം ദിക്ർ ചെയ്യുന്ന ഒരു സ്വഭാവം നിലനിർത്തിയാൽ യഥാർത്ഥ ദാക്കിരിങ്ങളിൽ, ദിക്റുകാരിൽ നമ്മൾ പെട്ടു എന്ന ഒരു ധാരണ നമുക്ക് വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ശരിയായ ദിക്ർ ചെയ്യുന്ന ആളുകൾ അവർക്കുണ്ടായിരിക്കേണ്ട സവിശേഷത കൂടി പറഞ്ഞു. ആ സവിശേഷത കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്തവർ അഥവാ സ്മരിച്ചവരായിട്ട് നമുക്ക് മാറുന്നുള്ളൂ എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും
പടച്ചവനെ പറ്റി പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങും. വസ്സാബിരീന അലാ മാ അസ്വാബഹും, അവരുടെ ബാധിച്ച പ്രശ്നങ്ങളിൽ അവർ ക്ഷമിക്കും. ഇനി മൂന്നാമത്തേത് വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം അവർ നിലനിർത്തും. ഇവിടം വരെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി നാലാമത്തെ അവരുടെ പ്രത്യേകത എന്താ? വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്. അപ്പം അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് പടച്ചോനെ നല്ല പേടിയുള്ളവരായിരിക്കും അവർ. അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങും. രണ്ടാമത്തേതോ, അവർക്ക് എന്തെങ്കിലും വിപത്ത് വന്നു കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ എല്ലാ സീമകളും ലംഘിച്ച അസ്വസ്ഥരാകുന്നവരല്ല അവർ. മറിച്ച് അവർ ക്ഷമിക്കും, സഹിക്കും, ഒതുങ്ങും. അത് അവരുടെ സ്വഭാവമാണ്. അപ്പൊ ഈ രണ്ട് സ്വഭാവം തീർന്നില്ല. വീണ്ടും സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താ? വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം അവർ നിലനിർത്തും. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഖുതുബയിൽ നമ്മൾ അതാ സൂചിപ്പിച്ചത്. നമസ്കാരം അവർ നിലനിർത്തും. നാലാമത്തെ അല്ലാഹ് പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവം ഇല്ലാത്തൊരുത്തൻ ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. തനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ കാര്യങ്ങളിൽ അത് മറ്റുള്ള ആളുകൾക്ക് കൂടി കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടി നമുക്ക് ഉണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ ദിക്ർ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറുള്ളൂ. വിശുദ്ധ ഖുർആൻ പിശുക്ക് എന്ന് പറയുന്ന സ്വഭാവത്തെ വളരെ വലിയ പാപമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വഅമ്മാ മൻ ബഖില വസ്തഗ്ന, രണ്ട് കാര്യം അവിടെ സൂചിപ്പിച്ചത്. വഅമ്മാ മൻ ബഖില വസ്തഗ്ന, ആരെങ്കിലും ബഖിൽ കാണിച്ചാൽ, എന്താ പിശുക്ക് കാണിച്ചാൽ, വസ്തഗ്ന അതുപോലെ തന്നെ അവൻ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം നിലനിൽപ്പുള്ളവനാണ്, തനിക്കാരും വേണ്ടതില്ല എന്ന നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ, വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ, ഈമാനിനെ, ഇസ്ലാമിനെ ആരെങ്കിലും കളവാക്കിയാൽ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളിടത്തേക്ക് നാം അവന് വഴിയൊരുക്കി കൊടുക്കും, അത് എളുപ്പാക്കി കൊടുക്കും. ഞെരുക്കത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി കൊടുക്കും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവൻ വീണപ്പോ അവന്റെ ധനം അവൻ ഉപകാരപ്പെട്ടില്ല. അല്ലാഹ് പറയാ ധനവുമായി ബന്ധപ്പെട്ടിട്ട ധനം വരുമ്പോ മനുഷ്യന് വരുന്ന രണ്ട് ദുസ്വഭാവമാണ് ഇവിടെ അല്ലാഹ് സൂചിപ്പിച്ചത്. പണം വരുമ്പോ മനുഷ്യനിൽ വന്നു ചേരുന്ന രണ്ട് ദുസ്വഭാവം. ആ രണ്ട് ദുസ്വഭാവം എന്താ? ഒന്ന് വഅമ്മാ മൻ ബഖില വസ്തഗ്ന, ഒന്ന് ബഖിലാണ്, അവൻ പിശുക്ക് പിടിക്കുക. രണ്ട് വസ്തഗ്ന, അവൻ എന്ത് ചെയ്യുക? ആരെയും എനിക്ക് വേണ്ടതില്ല, ആരെയും ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ കാര്യം എനിക്കറിയാം നോക്കാൻ എന്ന് പറയുന്ന ഒരു പരാശ്രയമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണ് താൻ എന്ന് വിശ്വസിക്കുന്ന സ്വഭാവം പണം വരുമ്പോ മനുഷ്യനിൽ ഉണ്ടാവും. അങ്ങനെയാണല്ലോ, പണം ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന് തോന്നല് നല്ല പണമുള്ളപ്പോ ശൈത്താൻ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടുവെക്കും. പണം കൊണ്ട് നേടാൻ പറ്റാത്തതൊന്നുമില്ല എന്ന ചിന്തയാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. അല്ലെ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ ഖുർആൻ ഈ പറഞ്ഞ രണ്ട് പ്രശ്നം തന്നെയാണ്. ഒന്ന്, ധനമുള്ളവർ ധനമില്ലാത്തവരിലേക്ക് അത് എത്തിക്കുന്നില്ല. ധനമുള്ളവർ ധനമില്ലാത്തവരിലേക്ക് അത് എത്തിക്കുന്നില്ല. അത് ലോകത്ത് മുഴുവൻ ഇന്ന് കാണുന്ന പ്രശ്നമാണ്. ഇന്നിപ്പോ വയനാട്ടുകാരെ ചേർത്ത് പിടിക്കാൻ ആരില്ലെങ്കിൽ അവസ്ഥ എന്താക്കും? നാളെ നമുക്ക് വരുന്ന ഒരു പ്രശ്നങ്ങളിൽ ചേർത്ത് പിടിക്കാൻ ആളില്ലാതായാൽ എന്തുണ്ടാകും? അതാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ശരിക്ക് പറഞ്ഞാൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. സമ്പത്ത് ആളുകൾ തങ്ങളുടെ ആവശ്യവും കഴിഞ്ഞ് ബാക്കിയുള്ള സമ്പത്ത്
ആവശ്യക്കാർക്ക് ആവശ്യമായ അളവിൽ കൊടുക്കാൻ തയ്യാറായാൽ, മുഴുവനൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ നമ്മളുടെ ഡെപ്പോസിറ്റുകളൊക്കെ തന്നെ അത് ഭദ്രമാക്കി വെച്ചിട്ട് കൊടുത്താൽ മതി. ലോകത്ത് പണമുള്ള ആളുകൾ അവർക്ക് ശേഖരിക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനും അവരുടെ ഭാവിയിലേക്ക് അവർ കണക്കാക്കി വെക്കുന്ന പ്ലാനിങ്ങുകളിലേക്ക് മാറ്റിവെച്ചിട്ടൊക്കെ ബാക്കിയുള്ള കൊടുത്താൽ മതി. അത് കൊടുത്താൽ തന്നെ ലോകത്തൊരു മനുഷ്യൻ പട്ടിണി കിടക്കേണ്ടി വരില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? കേരളത്തിൽ പോലും പട്ടിണി ഉണ്ടെന്നാ. നമ്മുടെ രാജ്യത്ത് പോലും, കേരളത്തിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളുണ്ട്. അതാണല്ലോ പണ്ട് കേരളത്തിലെ വിശന്ന് വലഞ്ഞു വന്ന ഒരു ആദിവാസി യുവാവ് ഒരു ഭക്ഷണം എടുത്തപ്പോ കട്ടൂന്ന് പറഞ്ഞ് നമ്മൾ തല്ലിക്കൊന്ന ചരിത്രം നമുക്കുണ്ടല്ലോ. കേരളത്തിലെ ആളുകൾക്ക്, മലയാളിക്കുണ്ടല്ലോ ആ ചരിത്രം. അയാൾ എന്തിനാണ് അത് എടുത്തത്, അയാള് എന്തിനാണ് ആ വസ്തു മോഷ്ടിച്ചത് എന്ന് അന്വേഷിക്കാതെ, അതിനെപ്പറ്റി ആലോചിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? കൈകാര്യം ചെയ്യുക. അല്ലെങ്കിലും ഒരു മനുഷ്യൻ ഭക്ഷണ സാധനം മോഷ്ടിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ആലോചിക്കണം. വേറെ വസ്തു പോലല്ല, നമ്മൾ മനസ്സിലാക്കിക്കോ. വേറൊരു വസ്തു മോഷ്ടിക്കുന്ന പോലെയല്ല. ഭക്ഷണ സാധനം ഒരാൾ മോഷ്ടിക്കുകയാണെങ്കിൽ, ഒരാള് കവർന്നെടുക്കുകയാണെങ്കിൽ ആ കവർച്ചയെ സാധാരണ ഒരു കവർച്ചയായിട്ട് നമ്മൾ കാണാൻ പാടില്ല. എന്താണെന്നൊന്ന് അന്വേഷിക്കണം. അതിലുമുണ്ട് ശരിയായ മോശമായ ഒരു കളവുകൾ അവിടെയുണ്ട്. പക്ഷേ ചിലതൊക്കെ നിവൃത്തികേട് കൊണ്ട് മനുഷ്യൻ കൈവച്ചു പോണതാ. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നിവൃത്തികെട്ട മനുഷ്യൻ കൈവച്ചു പോകുന്നതാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ഭക്ഷണ സാധനം തൊട്ടവന് നേരെ നമ്മൾ വിരലനക്കാൻ പാടുള്ളൂ. കേരളത്തിന് ആ ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ധനമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ കോടീശ്വരന്മാരെ മാത്രം കാണണ്ട. നമ്മളൊക്കെ അക്കൂട്ടത്തിൽ പെട്ടവരെന്നെ. നമുക്കൊരു ധാരണ ഉണ്ട്. ധനമുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ? ബാങ്ക് ബാലൻസുകളായിട്ടും അല്ലാതെയുമൊക്കെ കോടികളോ ലക്ഷങ്ങളോ ഒക്കെ നീക്കിയിരിപ്പുള്ളവർ മാത്രമാണ് ധനമുള്ളവർ എന്ന് നമ്മൾ വിചാരിച്ചത്. അല്ല, തന്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളവനൊക്കെ പണക്കാരനാ. നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടതെന്നറിയോ? നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യം കഴിഞ്ഞ്, എന്താ നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യം? ടൂർ പോക്കാ? ട്രിപ്പ് പോവാനാ നമ്മൾ അടിസ്ഥാനപരമായ ആവശ്യം? അല്ല, നമ്മൾ അടിസ്ഥാനപരമായ ആവശ്യം തിന്നണം, എന്തെങ്കിലും തിന്നാൻ കിട്ടണം. പിന്നെ രോഗത്തിന് ചികിത്സിക്കാൻ ഉണ്ടാവണം, പാർപ്പിടുണ്ടാകണം, ഭക്ഷണം ഉണ്ടാകണം, മരുന്നുണ്ടാകണം, പാർപ്പിടുണ്ടാകണം. ഇനി വിദ്യാഭ്യാസം ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഇങ്ങനത്തെ ചില അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടോ, അവൻ പണക്കാരനാണ്, അവൻ ധനികനാണ്. അവനുമുണ്ട് ബാധ്യത. ഈ നാട്ടിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാതെ മനുഷ്യന്മാര്, ആ മനുഷ്യന്മാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന്, മുഴുവനല്ല, എന്തെങ്കിലും ഒന്ന് തന്നാൽ കഴിയുന്ന ഒരു ഭാഗതയായി നിർവഹിക്കുക എന്നത് ഒരു മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ട സ്വഭാവമാണ്. സ്വഭാവം. ആ സ്വഭാവം ഇല്ലെങ്കിൽ അതിനെയാണ് ബഖീൽ എന്ന് പറയാ, പിശുക്ക് എന്ന് പറയാ. ആ ബഖീലുള്ളവൻ, ആ പിശുക്ക് മനസ്സിൽ സൂക്ഷിച്ചവൻ, അവനെ സംബന്ധിച്ച് ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് ഞാൻ നല്ല ഞെരുക്കത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കും. അവനക്കാണ് ദുനിയാവിലും ആഖിറത്തിലും, അല്ല ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും ഞെരുക്കമുള്ള ജീവിതം അള്ളാഹ് ഒരുക്കി വെച്ചത്. അത് പിശുക്ക. രണ്ടാമത്തേത് അള്ളാഹ് പറഞ്ഞു വസ്തഗ്നാ, മനുഷ്യനിൽ വരാൻ പാടില്ല ചിന്ത. ആ ചിന്ത ഏതാ ചിന്ത? എനിക്ക് ധനമുണ്ട്, ആ ധനമുണ്ട് കൊണ്ട് സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, എന്റെ കാര്യത്തിൽ തടുക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. ഞാൻ എന്റെ ഒരാളെയും ആശ്രയിക്കാത്ത, എനിക്കൊരുത്തന്റെയും സഹായവും പിന്തുണയും വേണ്ട, ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കും. ഈ ധാരണ ഉണ്ടല്ലോ, ഈ ധാരണയാണ് ഈ സമൂഹത്തിന്റെ ഇടയിൽ, ഈ ചിന്തയാണ് ഈ സൊസൈറ്റിയുടെ ഇടയിൽ അതിദാരുണമായ നീതികേടുകൾ നിരന്തരമായി ആവർത്തിക്കുന്നതിന്റെ കാരണം. മനുഷ്യന് പാടില്ലാത്ത ചിന്ത ഇത്. നിങ്ങൾ മനസ്സിലാക്കിയ, നല്ല ആരോഗ്യമുള്ള ഒരുത്തൻ, അവന് തോന്നരുത്, അവന് മനസ്സിൽ ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല ആരോഗ്യമുള്ളവന്റെ അടുത്ത് എനിക്ക് ആരെയും കൂസേണ്ട ആവശ്യമില്ല, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സ്വയം പര്യാപ്തനാണ് എന്നവന് തോന്നും.
അപ്പൊ വിശ്വാസിക്ക് മനസ്സിലും വരണം, ഇത് ശൈത്താൻ കൊണ്ടുവരുന്ന ചിന്തയാണ്. മനുഷ്യനെ, വിശ്വാസിയെ അല്ല പറഞ്ഞതുപോലെ ആ ഞെരുങ്ങിയ അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടാൻ ശൈത്താൻ എന്റെ മനസ്സിലിട്ടെന്ന ചിന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആരോഗ്യമുള്ളവൻ അവന് വിനയം കാണിക്കണം, ധനമുള്ളവൻ അവന് വിനയം കാണിക്കണം, അധികാരമുള്ളവർ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെറികേടിനും നീതികേടിന്റെയും അടിസ്ഥാന കാരണം എന്താ? അധികാരമുണ്ട്, ചോദിക്കാൻ ആളില്ല, എന്റെ മുമ്പിൽ നിൽക്കാൻ ആളില്ല, എന്നോട് ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന മനുഷ്യന്റെ ഹുങ്ക്. ഞാൻ ഒരാളെയും ആശ്രയിക്കാത്തവനാണ്, എനിക്കാരുടെയും ആശ്രയം വേണ്ട, സകലരും എന്നെ ആശ്രയിച്ച് നിന്നോളണം. ഈ ചിന്ത അതാണ് നമ്മുടെ രാജ്യത്ത് നിരന്തരമായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഖുർആൻ പറഞ്ഞ പ്രശ്ന നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വേച്ഛാധിപതികളായി ജീവിച്ച ഭരണാധികാരികൾ ഈ രാജ്യത്തേക്ക് രാജ്യം വിട്ട് ഓടി വന്നു. അതെങ്കിലും ഇവിടത്തെ സ്വേച്ഛാധിപതികൾക്ക് പാഠമാകണ്ടേ? ഓടാനൊരു പ്രയാസമല്ല. ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ലോകത്ത് ജനകീയ വിപ്ലവങ്ങൾ, ജനങ്ങൾ ഏത് രാജ്യത്ത് ഇനി ചത്താലും മതിയെന്ന് സ്വയം തീരുമാനിച്ചോ അവിടത്തെ ഭരണാധികാരികൾ സ്വയം പര്യാപ്തരല്ല എന്ന് ചരിത്രത്തിൽ മുഴുവൻ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ആണ് അധികാരമാണല്ലോ ഇപ്പൊ മനുഷ്യന് ഏറ്റവും അവസാനത്തെ ശക്തി ദുർഗമായിട്ട് പ്രകടിപ്പിക്കാനുള്ളത്. പണത്തെക്കാളൊക്കെ വലുതെന്താ? അധികാരാണ്. അധികാരം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും എൻ്റെ ഒരു താരം കളിക്കൂല എന്ന് വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയ ചരിത്രത്തിലുടനീളം അവൻ ഭരിച്ച ജനത ഞങ്ങൾക്ക് ചത്താലും കുഴപ്പമില്ല, അങ്ങനെയാണ്. ചത്താലും, മരിച്ചാലും നല്ല, ചത്താലും എന്താ? മരിച്ചാലും ചത്താലും തമ്മിലുള്ള വ്യത്യാസം ഗ്രാമർട്ടിക്കൽ വ്യത്യാസമില്ല. പക്ഷേ ചത്താൽ എന്നൊരു മനുഷ്യൻ പറയുന്ന എപ്പോഴാണെന്നറിയോ? എങ്ങനെ തൊലഞ്ഞു മരിച്ചാലും എൻ്റെ ഉദ്ദേശം. ഇങ്ങനെ ആവും ജനങ്ങൾ ചരിത്രത്തിലായിട്ടുണ്ട്. ഇങ്ങനെ ആവാത്ത ജനത ഉണ്ടല്ലോ, അങ്ങനെ ആ ജനതനെ നമുക്ക് അടക്കി ഭരിക്കാം. എല്ലാ സ്വേച്ഛാധിപതികൾക്ക് ആകെ ഭരിക്കാൻ പറ്റുന്ന ആരെയാണ്? ജീവിക്കാൻ കൊതിയുള്ള, ഈ സമൂഹത്തിൽ ഒരു വിലയും നിലയുമില്ലെങ്കിലും ഒരു ആട്ടിപ്പായിച്ചാലും ഒരു പട്ടി കണക്കെ ഈ സമൂഹത്തിൽ മുട്ടിലഴഞ്ഞ് ജീവിച്ചാലും എനിക്ക് ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ മാത്രമേ സ്വേച്ഛാധിപതികൾക്കും തെമ്മാടികൾക്കും ധിക്കാരികൾക്കും അടക്കി ഭരിക്കാൻ കഴിയൂ. അല്ലാത്ത ജനങ്ങൾ, ആത്മാഭിമാനമുള്ള ആളുകൾ ഒരു പരിധി ഇങ്ങോട്ട് കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളും പോകും, അവരുടെ എല്ലാ സ്വപ്നങ്ങളും പോകും. പിന്നെ അവർക്ക് ഈ ദുനിയാവിൽ ജീവിതം ഒരു പ്രശ്നമല്ലാതാകും. അപ്പോ സ്വേച്ഛാധിപതികൾ മുഴുവൻ അനുഭവിക്കുന്നത് ചരിത്രം മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ ആളുകളോട് അല്ലാഹ് പറയുന്നത്, നീ പിശുക്ക് പിടിക്കണ്ട, സാമൂഹിക ദുരന്തമാണ് അതുകൊണ്ട് നീ വരുത്തി വെക്കുന്നത്. ഈ സമൂഹത്തിൽ അള്ളാഹു നിന്റെ കൈകളിലൂടെ അന്നം വിഭജിക്കപ്പെടാൻ നിമിത്തമാക്കിയ ജനങ്ങൾ, ആ ജനങ്ങളുടെ അന്നാണ് നീ തടഞ്ഞു വെച്ചത്. ഇനിയോ വസ്തഗ്ന, നീ ഇങ്ങനെ സ്വയം പര്യാപ്തനായി ജീവിക്കണ്ട, അതിനും നിനക്ക് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറയാം. അപ്പൊ വിശ്വാസിന്റെ ഗുണത്തിൽപ്പെട്ട പരമപ്രധാനപ്പെട്ട ഗുണാണ് അവൻ ചെലവഴിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. കൂടിയാവട്ടെ കുറഞ്ഞാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അവൻ ചോദിക്കപ്പെട്ടാൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഒരു വിശ്വാസി ചോദിക്കപ്പെട്ടാൽ, ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതീഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും. അള്ളാഹു സുബ്ഹാനഹു തആല പറയാ സൂറത്തു തഗാബൂനിൽ അള്ളാഹ് പറയാ, വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കണം. മാക്സിമം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര മാക്സിമം കഴിയുക അത്ര നിങ്ങൾ സൂക്ഷിക്കണം, അല്ലാതെ 100% നല്ല പറഞ്ഞില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെയോ വഅസ്മഉ, നിങ്ങൾ അല്ലാഹ് പറയുന്ന റസൂലുള്ളാഹ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. വഅതീഉ, അല്ലാഹുവും റസൂലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. പിന്നെയോ വഅൻഫിഖു, നിങ്ങൾ ചെലവഴിക്കണം. ഖൈറൻ ലിഅൻഫുസികും, നിങ്ങളുടെ സ്വയം നന്മക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. അല്ലാഹ് പറയാ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? മാക്സിമം അനുസരിക്കാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് കഴിയുന്നത്ര അല്ലാഹുവിനെ അനുസരിക്കുക. കഴിയുന്നത്ര അല്ലാഹുവിനെ അനുസരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വസ്മഉ, നിങ്ങളെല്ലാം കേൾക്കണം കേട്ടോ. ദീൻ പറഞ്ഞത് മുഴുവൻ കേൾക്കണം.
ദീനിയായ കാര്യങ്ങളോട് റെസ്പെക്ട് ഉണ്ടാവണം. അത് നിങ്ങൾ ശരിക്കും പഠിച്ചോ. കാരണം ഈ കാലഘട്ടത്ത് വ്യാപിച്ച മുസ്ലിങ്ങളുടെ ഈമാനിനെ കാർന്നു തിന്നുന്ന രോഗങ്ങളിലൊന്നാണ് വസ്മഉ. അതില്ല. വസ്മഉ, കേൾക്കലില്ല. കേൾക്കാന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്ത് പറഞ്ഞോ അത് കേട്ടോളണം, അംഗീകരിച്ചോളണം. അതെന്റെ ബുദ്ധിക്കെതിരാണോ, എന്റെ തത്വചിന്തക്കെതിരാണോ, എന്റെ ഫിലോസഫിക്കെതിരാണോ, അതെന്റെ ശാസ്ത്രത്തിനെതിരാണോ, സാമൂഹിക കാഴ്ചപ്പാടുകൾക്കെതിരാണോ, ഇതൊന്നും നമ്മൾ നോക്കണ്ട. അള്ളാഹു റസൂലും പറഞ്ഞു എന്ന് ഉറപ്പുള്ള കാര്യമുണ്ടല്ലോ, ഉറപ്പുള്ള കാര്യത്തിൽ വേറെ ചില ഒരു ചിന്തയില്ല, ഉറപ്പുണ്ടാവണം. അള്ളാഹു റസൂലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് വസ്മഉല്ല, അതിൽ കേൾക്കലില്ല. കേൾക്കതേതാ? ഖുർആനും സ്വഹീഹായ ഹദീസും ഒരു കാര്യം പറയുന്നു, ആ കാര്യം നമ്മൾ കേട്ടു മനസ്സിലാക്കി, പിന്നെ ഒരു നെക്സ്റ്റ് അതിനെ പറ്റിയിട്ടുള്ള വേറെ എന്തെങ്കിലും ചിന്തയില്ല. അത് സമൂഹത്തിന്റെ ഇടയിൽ പ്രതിഫലിപ്പിക്കപ്പെടുന്ന നമുക്കൊരു നമ്മുടെ ഇമേജിനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നും. ഇപ്പൊ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 50 വയസ്സുകാരനായിരിക്കെ വിവാഹം കഴിച്ചു. ശരിയാണോ? അല്ലേ? ആണെന്ന് പറയാൻ പറ്റണം. ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 6 വയസ്സുള്ള പെൺകുട്ടിയെ 50 വയസ്സുള്ളപ്പോ കല്യാണം കഴിച്ചു. ആണ്. നമ്മൾക്ക് എന്തിനാ അതിലൊരു അപഹർഷത? എന്നിട്ട് നമ്മൾ ആയിഷ ബീവിന്റെ ഏജ് ഇങ്ങനെ കൂട്ടും, ചരിത്രം വളച്ചു തിരിച്ചപ്പോ ചില മൗലവിമാരെ കാര്യപ്പെട്ട പണിയതാ. ചില ചരിത്രം ഇങ്ങനെ വളച്ച് പിരിച്ച് 18 വയസ്സാക്കും ആയിഷ ബീവിനെ. ആയിഷ ബീവിക്ക് 18 ആക്കും. എന്നാ 18 തീരോ പ്രശ്നം? 18 ഈ ലോകത്തെ മുഴുവൻ ആൾക്കാർ പ്രശ്നം തീർത്തരോ? 18 വയസ്സുള്ള ആൾ 18 വയസ്സുള്ള പെൺകുട്ടിയെ 50 വയസ്സുള്ള ആൾ കഴിച്ചു. ഇനി അങ്ങനെ ആയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 100 മാർക്ക് കൊടുക്കോ ഈ വിമർശകർ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. കൊടുക്കൂല. ആയിഷ ബീവിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ആയിഷ ബീവിയുടെ കാലഘട്ടത്തിൽ ആയിഷ ബീവി വിവാഹ കമ്പോളം നമ്മൾ പറയുമല്ലോ, വിവാഹ മാർക്കറ്റ് എന്ന് പറയുമല്ലോ, ആയിഷ ബീവി വിവാഹം കഴിക്കാൻ പ്രാപ്തയായിരുന്നു. അവരുടെ പിതാവ് വിവാഹം അന്വേഷിച്ചിരുന്നു ആയിഷ ബീവിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം അന്വേഷിക്കുന്നതിന്റെ മുൻപ് ആയിഷ ബീവിയുടെ കല്യാണം മുത്ഇമിൻ ആസ് എന്ന് പറയുന്ന ഒരാളുടെ മകളുമായി ഉറപ്പിച്ചിട്ടിരുന്നാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കോ. റസൂലുള്ള ഒരു കല്യാണപ്രായം എത്താത്ത പെൺകുട്ടീനെ പോയി കല്യാണം കഴിച്ചല്ല. ഓരോ ഗോത്രവർഗത്തിന്റെ ഓരോ കാലഘട്ടത്തിന്റെ സ്വഭാവം ഉണ്ടാവും. നമ്മളൊക്കെ വല്ലിപ്പ കല്യാണം കഴിച്ചത് എത്ര വയസ്സുള്ള വല്ലിപ്പാനായിരുന്നു? ആ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ വല്ലിപ്പ കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ വല്യമ്മക്ക് വയസ്സ് 12. ഇതല്ലാത്ത ഏത് ജനറേഷൻ അവിടെ ഇരിക്കുന്നത്? ഇനി നമ്മളെ വല്ലിപ്പാനെ നമ്മൾ വിചാരണ ചെയ്ത് സ്ത്രീ വിരുദ്ധനാക്കി ഇനി വല്ലിപ്പനെ നമ്മൾ തൂക്കിലേറ്റേണ്ടി വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതൊരു കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. അവിടെ പീഡനം ഉണ്ടായിട്ടുണ്ടോ? അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? ഇതാ നമ്മൾ നോക്കണ്ടുള്ളൂ. ഞാൻ പറയുന്നത് വസ്മഉ എന്ന് അല്ലാഹ് പറഞ്ഞത് വെറുതല്ല. നമുക്ക് ചില കാര്യം കേട്ടാൽ അതന്നെ നമുക്ക് അസ്വസ്ഥതയാണ്. അത് തന്നെ അസ്വസ്ഥതയാണ്. വഅതിഉ, എന്നിട്ടല്ലേ അനുസരിക്കല്. വഅതിഉ, അനുസരിക്കുക. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇസ്ലാമിക കൽപ്പന ഉണ്ടാവും നമ്മുടെ ദുർബലത കൊണ്ട്. പക്ഷെ റെസ്പെക്ട് ഉണ്ടാവണം. അതിനോട് റെസ്പെക്ട് നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹ് പറഞ്ഞു വഅൻഫിഖൂ, ഇതിന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞു വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും, നിങ്ങൾ എന്ത് ചെയ്തേക്ക് നിങ്ങൾക്ക് തന്നെ നന്മയായ വിധത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. അപ്പൊ ചെലവഴിക്കുന്ന സ്വഭാവം അവിടെ ഉണ്ട്. ഏറ്റവും ശരാശരി അള്ളാഹനെ സൂക്ഷിക്കുന്ന മുഅ്മിനിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. അവന് കേൾക്കും, അനുസരിക്കും, ചെലവഴിക്കും. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹ് പറയാ വമൻ യൂഖ ശുഹ നഫ്സിഹി, സ്വന്തം മനസ്സിന്റെ ശുഹ് എന്ന് പറഞ്ഞാൽ എന്താ? പിശുക്ക്, സങ്കുചിതത്വം. അതിനെ ആര് കാത്തു സൂക്ഷിച്ചുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവൻ വിജയിച്ചു. പിശുക്കിൽ നിന്ന് ആര് മോചിപ്പിക്കപ്പെട്ടുവോ, സങ്കുചിത ചിന്തകളിൽ നിന്ന് ആര് മോചിപ്പിക്കപ്പെട്ടുവോ അവന് വിജയിച്ചു. അല്ലാഹ് പറയാ സങ്കുചിത ചിന്ത, പിശുക്കൻ ചിന്ത, ഇടുങ്ങിയ ചിന്ത ആരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇത് വലിയ ഗൗരവത്തിൽ നമ്മളെ ഉണർത്തിയ കാര്യമാണ്. അപ്പൊ സമ്പത്ത് ചെലവഴിക്കാതെ അള്ളാഹ് പറഞ്ഞ ഏത് കാര്യം ഖൈറൻ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ, എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കാൻ വിശ്വാസിക്ക് തോന്നിക്കൊണ്ടിരിക്കണം, അതിനവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കാണ്. മാ മിൻ യൗമിൻ യുസ്ബിഹുൽ അബ്ദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി. ഒരു അടിമ എഴുന്നേൽക്കുന്നില്ല, പ്രഭാതത്തിൽ പ്രവേശിക്കുന്നില്ല, അവന്റെ തലയുടെ മുകളിൽ 2 മലക്കുകൾ വന്നിരുന്നിട്ടല്ലാതെ. നമ്മളൊരാളും പ്രഭാതത്തിൽ ഉണരില്ല. രാത്രി ഉറങ്ങിയിട്ട് കണ്ണ് തുറക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ഒക്കെ തലയുടെ മുകളിൽ 2 മലക്ക് വന്നിരിക്കും. എല്ലാ ദിവസവും ഇത് സംഭവിക്കും. എല്ലാ മനുഷ്യരിലും ഇത് സംഭവിക്കും. എല്ലാ കാലത്തും ഇത് സംഭവിക്കും. എല്ലാ സന്ദർഭങ്ങളിലും ഇത് സംഭവിക്കും. എല്ലാ വ്യക്തികൾക്കും ഇത് സംഭവിക്കും. എന്നിട്ട് പറയാ ഫയഖൂലു അഹദുഹുമാ, അവരിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. അല്ലാഹുവേ ചെലവഴിക്കുന്നവന് വേണ്ടി നീ ചെലവഴിക്കണേ, അല്ലെങ്കിൽ ചെലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണേ. വയഖൂലുൽ ആഖിറു, രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. നാഥാ, ജനങ്ങൾക്ക് അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് തന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കാത്തവൻ, അത് മടക്കി പോക്കറ്റിൽ തന്നെ ഭദ്രമാക്കി വച്ചവൻ, അവന് നീ നാശം പ്രദാനം ചെയ്യണേ എന്ന് മലക്ക് പ്രാർത്ഥിക്കും. 2 മലക്ക്. ആ ദുആ കഴിഞ്ഞിട്ട് കട്ടിലിൽ നിന്ന് നമ്മൾ എണീക്കൂ. മനസ്സിലായോ? ബെഡിൽ നിന്ന് നമ്മൾ എണീക്കപ്പോഴാ ഈ ദുആ കഴിഞ്ഞിട്ട്, മലക്കുകളെ ദുആ കഴിഞ്ഞിട്ട്. അതായത് എനിക്ക് വേണ്ടി ഇന്ന് രാവിലെ സുബഹിക്ക് മുമ്പ് ഞാൻ എഴുന്നേൽക്കുന്നതിന്റെ സമയത്ത് ആ സന്ദർഭത്തിൽ 2 മലക്കുകൾ അല്ലാഹ് ഇറക്കിയിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഇറക്കിയിട്ടുണ്ട്. ആ മലക്കുകൾ ഇരുന്ന് ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ ഇവൻ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് പകരം കൊടുക്കണേ, പടച്ചോനെ ഇവൻ കൊടുക്കണില്ലെങ്കിൽ ഇവർക്ക് നാശം കൊടുക്കണേ. ആ ദുആ ആകാശത്തേക്ക് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഞാൻ കൊടുത്താൽ ആദ്യത്തെ മലക്ക് പ്രാർത്ഥിച്ചില്ലേ പകരം കൊടുക്കണമെന്ന്, അതെനിക്ക് കിട്ടും. ഇനി ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ, ഞാൻ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ, 2ാമത്തെ മലക്ക് പ്രാർത്ഥിച്ചില്ലേ അവന് നാശം കൊടുക്കണേ, ആ നാശം എന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതാണ് ചെലവഴിക്കാന്ന് പറഞ്ഞ ഇതാ. അൻ അസ്മാ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, അസ്മാ റളിയല്ലാഹു പറയാ, ഖാല ലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ലാ തൂഖി ഫയൂഖ അലൈക്. നീ കൊടുക്കാതെ പിടിച്ചു വെക്കരുത്, നീ പൂഴ്ത്തി വെക്കരുത്, കൊടുക്കാതെ പിടിച്ചു വെക്കരുത്. ഫയൂഖ അലൈക്കി, എങ്കിൽ അള്ളാഹ് നിനക്കും തരാതെ പിടിച്ചു വെക്കും. നമ്മൾ ഒരാളെ കഷ്ടപ്പാട്, ഒരാളെ ആവശ്യം നമുക്ക് ബോധ്യപ്പെട്ടു, കണ്ട് കൈനീട്ടിയവനൊക്കെ കൊടുക്കണം എന്നല്ല. കൈനീട്ടിയവരിൽ ഫ്രോഡുകൾ ഉണ്ടാകും, ഇത് തൊഴിലാക്കിയവരുണ്ടാകും, ഭിക്ഷാടനം കൊണ്ട് മാഫിയകൾ നടക്കുന്ന കാലാണ്. അതുകൊണ്ട് കൈനീട്ടിയവനൊക്കെ കൊടുത്താൽ മണ്ടനായിട്ട് മാറും. കൈനീട്ടിയവരിലെ ആവശ്യക്കാരെ കണ്ടറിയണം. അത് കണ്ടറിയാൻ എനിക്ക് സമയമുണ്ടോ? ആ സമയം നീ ഉണ്ടാക്കിക്കോളണം, അത് നിന്റെ ബാധ്യതയാണ്. തന്റെ മുമ്പിൽ കൈനീട്ടുന്നവരിൽ ആവശ്യക്കാരൻ ആരാണ്, ഇത് തൊഴിലാക്കിയവൻ ആരാണ് എന്ന് വേർതിരിച്ച് അന്വേഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. കാരണം എന്താ? മലക്ക് ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞാൻ. ആവശ്യക്കാരനാണ്ട് നീട്ടൽ ഞാൻ പരിഗണിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നാശമാണ് ആ മലക്ക് പ്രാർത്ഥിച്ചത്. ആവശ്യക്കാരന്റെ ആവശ്യം കണ്ടറിഞ്ഞാൽ എനിക്ക് പകരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസിയുടെ സ്വഭാവമായിരിക്കണം. എന്നിട്ട് പിശുക്ക് പിടിച്ചവൻ ഇരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആളുകളുടെ കണ്ണീരൊപ്പാൻ പിന്നെ പ്രാപ്തിയില്ലാത്തവൻ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവൻ അതുകൂടി ചെയ്തെങ്കിലേ അവൻ ദാക്കിരീങ്ങളുടെ കൂട്ടത്തിലാകൂ. അങ്ങനെ ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കൂ, സക്കീനത്ത് കൊടുക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ശരിയായ മാർഗങ്ങളിൽ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിൽ ധാരാളം ചെലവഴിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഖുതുബകളിൽ കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ, രണ്ടാമത്തെ ഖുതുബകളിൽ കർമ്മശാസ്ത്രപരമായ എന്തെങ്കിലും വിഷയങ്ങൾ, ഫിഖ്ഹിയായ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ പഠിക്കണം എന്ന് കൂടി ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അബോർഷനായിട്ട് അവർ നിഫാസ് ഉണ്ടായി, അവർ ധരിക്കുന്നത് അവർക്ക് നിഫാസ് ഉണ്ടായി. ആ നിഫാസ് എത്ര കാലം, എത്ര നാൾ, അബോർഷൻ ആയതുകൊണ്ട് സാധാരണ പ്രസവം പോലെ 40 ദിവസം നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ അശുദ്ധി കാലഘട്ടമായി കണക്കാക്കി പിന്നെ 40 ദിവസം മാറിയിരിക്കണോ എന്നറിയുന്നതിന് വേണ്ടി അവരുടെ ബന്ധു മുഖാന്തരം സംസാരിക്കണ്ടായി. ഈ മേഖലയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ശരിയായ ഒരു പഠനം നടന്നിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കർമ്മശാസ്ത്ര വിഷയം പഠിക്കുമ്പോൾ ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം നിങ്ങൾ ആലോചിക്കുക, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന രക്തമാണ്. പ്രസവാനന്തര രക്തം നമ്മൾ പറയും. അത് 40 ദിവസം സ്ത്രീകൾക്ക് ഉണ്ടാകാം, ചിലപ്പോൾ കൂടി വന്നാൽ 60 ദിവസം വരെ ഉണ്ടാകാം. വളരെ അപൂർവമായിട്ടാണ് 60 ദിവസം ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ധാരണ 40 ദിവസം എന്നത് ക്ലിപ്തമാണ്, അത് അങ്ങോട്ട് കുറയലില്ല, അങ്ങോട്ട് കൂടലില്ല, അങ്ങനെ ഒരു ധാരണയാണ് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അൻ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറയാണ്, കാനത്തിൻ നുഫസാഉ അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തജ്ലിസു 40 യൗമൻ. നബിയുടെ കാലത്ത് ഈ നിഫാസുള്ള പെണ്ണുങ്ങൾ, പ്രസവരക്തമുള്ള സ്ത്രീകൾ 40 ദിവസമാണ് ഇരിക്കാറ്. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് സ്ത്രീകൾക്ക് 40 ദിവസമാണ് ഈ പ്രസവരക്തം ഉണ്ടാവാറ്. നമ്മുടെ കാലത്തും എങ്ങനെയാണ്? ഒരുവിധം സ്ത്രീകളൊക്കെ 40 ദിവസം വരെ അവർക്ക് പ്രസവരക്തമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം, ഒരു അറിവുകേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെയല്ല. 28 ദിവസത്തിൻ്റെ ഉള്ളിൽ അവസാനിച്ച സ്ത്രീകൾ ഉണ്ടാകും. എന്നിട്ട് 28 ദിവസത്തിന് ശേഷം നിഫാസ് അവസാനിക്കുകയും വൈറ്റ് ഡിസ്ചാർജ് പ്രത്യക്ഷപ്പെടുകയും ചെയ്താൽ, അത് സ്ത്രീകൾക്കറിയാം, അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടും നിസ്കരിക്കാതെ 40 ദിവസം നീട്ടിവെക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. 40 ദിവസമാണല്ലോ, 40 എന്ന് പറഞ്ഞൊരു ചടങ്ങ് നമ്മളെ രാജ്യത്തുണ്ട്, അല്ലേ? 40 കഴിക്കാന്ന് പറഞ്ഞൊരു ചടങ്ങില്ലേ? ഇത് ഉണ്ടായത് തന്നെ എന്തുണ്ടാ? 40 ദിവസം നിസ്കരിക്കൂല. 28ാമത്തെ ദിവസമോ 25ാമത്തെ ദിവസമോ അവളെ നിഫാസ് അവസാനിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കിയുള്ള ദിവസം നിസ്കരിക്കാണ്ടിരിക്കുകയാണ്. ആലോചിക്കുക, മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ വിധി കാഫറാണെന്നാണ്. ഇത് കാഫറാവുന്നല്ല ഞാൻ പറയുന്നത്. മനഃപൂർവ്വം ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക, ഒരു വക്തും നിസ്കരിക്കാതെ ഇരിക്കുക, അതിന്റെ അവസ്ഥ എന്താ? കുഫറാണ്. ഇത് അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷെ ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കൂ. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ, ഖാല തിർമിദിയു ഫീ സുനനിഹി, ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ പറഞ്ഞു, വഖദ് അജ്മഅ അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വത്താബിഊന വമൻ ബഅദഹും, നബിയുടെ കാലത്തെ സ്വഹാബികളിൽ നിന്നും താബിഈകളിൽ നിന്നും അവർക്ക് ശേഷമുണ്ടായ ആളുകളിൽ നിന്നും തീർച്ചയായിട്ടും ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്. എന്താ? അല അന്ന നുഫസാഅ തദ്ഉ സ്വലാത്ത 40 യൗമൻ. ഒരു പെണ്ണ് നിഫാസുകാരിയായാൽ 40 ദിവസത്തെ നമസ്കാരം തടയപ്പെടും, അവൾക്കത് നിർവഹിക്കാൻ കഴിയില്ല എന്നതിൽ ഇജ്മാ ഉണ്ട്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാ, ഇല്ല അൻ തറത്തുഹറ ഖബല ദാലിക്, എന്നാൽ ആ 40 ദിവസത്തിന് മുമ്പ് അവൾ ശുദ്ധി കണ്ടു കഴിഞ്ഞാൽ, അവൾ ശുദ്ധിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫഇന്നഹാ തഗ്തസിലു വതുസല്ലി, അവൾ കുളിക്കുകയും നിസ്കരിക്കുകയും ചെയ്യട്ടെ. ഇത് ഇജ്മാ ഉണ്ടെന്നാ. ഈ ഇജ്മാ ഉണ്ടോ നമ്മൾ സൊസൈറ്റി അറിയുന്നേ?
നമ്മളെ സൊസൈറ്റി ഷാഫിഹി ഫിഖ്ഹും പഠിച്ചിട്ട് 40 ദിവസം എന്ന് പറഞ്ഞ് 40 എന്നിട്ടൊരു ചടങ്ങിട്ടിട്ട് 40 ദിവസം കുത്തിരിക്കാണ്. നിഫാസും കഴിഞ്ഞിട്ട് ശുദ്ധിയായി 28ന്റെ അന്ന് നിഫാസ് കഴിഞ്ഞ് 29, 30 പിന്നെ 40 ദിവസം 10-12 ദിവസം ഇരുന്ന് നിസ്കരിക്കാണ്ടിരിക്കാണ്. ശുദ്ധിയായവരെ സ്ത്രീകൾക്ക് പരിശോധിച്ചാൽ അറിയാം, വൈറ്റ് ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ നിഫാസ് അവസാനിച്ചു. അപ്പൊ അവർ കുളിച്ച് എന്ത് ചെയ്യണം? അവർ പിന്നെ നമസ്കരിക്കണം, നമസ്കാരം തുടങ്ങണം, നോമ്പുണ്ടെങ്കിൽ നോമ്പ് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതറിയാതെ പ്രവർത്തിക്കുക എന്നത് ഗൗരവമുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്തറിയോ? അബോർഷനായ സ്ത്രീകൾ നിഫാസ് ചടങ്ങൂടിയിരിക്കണാണ്. അബോർഷൻ 80 ദിവസത്തിന് മുൻപാണെങ്കിൽ അവർക്ക് നിഫാസ് ഇല്ല. 80 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മാസം. 2.5 മാസം കഴിഞ്ഞിട്ടാണ് നിഫാസ് പിന്നെ അബോർഷൻ ആകുന്നത് എങ്കിൽ ചില പണ്ഡിതന്മാർ 110 എന്ന് പറയും. നമ്മൾ സൂക്ഷ്മതയ്ക്ക് 80 ദിവസത്തിന് ശേഷം എന്ന് പറയാം. 80 ദിവസത്തിന് ശേഷമാണ് അവർക്ക് മുളക് ഉണ്ടാവുന്നത്. ഗർഭധാരണത്തെ പറ്റിയിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന അഹദുക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. നിങ്ങളുടെ ഉമ്മാന്റെ വയസ്സിൽ ആദ്യത്തെ 40 ദിവസം നിങ്ങൾ നുത്ഫയാണ്, മനുഷ്യൻ നുത്ഫയാണ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഇന്ദ്രിയ ബിന്ദു, ഇന്ദ്രിയ തുള്ളിയാണ് മനുഷ്യൻ. ഏത്? ആദ്യത്തെ 40 ദിവസം. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്. പിന്നത്തെ 40 ദിവസം അവൻ അലഖാണ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ടയാണ്. അപ്പൊ 80 ദിവസമായി. 80ാമത്തെ ദിവസം അവൻ രക്തക്കട്ടയാണ്. സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക്. പിന്നത്തെ 40 ദിവസമാണ് അവൻ ചവച്ചരക്കപ്പെട്ട മാംസപിണ്ഡമായിട്ട് മാറുന്നത്. അപ്പോഴാണ് അവനക്ക് രൂപം വന്നു തുടങ്ങുന്നത്. സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു. പിന്നെ ആ സമയത്ത് അവനിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു മലക്കിനെ അയക്കുന്നു. ഫയൻഫഖു ഫീഹി റൂഹ്. എന്നിട്ട് മലക്ക് എന്ത് ചെയ്യുന്നു? ഈ മുളക ആയതിനു ശേഷമാണ് മലക്ക് റൂഹ് ഊതുന്നത്, അവൻ ആത്മാവുണ്ടാകുന്നത്. വയുമറു ബിഅർബഇ കലിമാത്തിൻ ബികത്ബി റിസ്ഖിഹി വഅജലിഹി വഅമലിഹി വശഖിയ്യിൻ അം സഈദിൻ. 4 കാര്യങ്ങൾ അവന്റെ കാര്യത്തിൽ തീരുമാനിക്കും. അവന്റെ ആയുസ്, അവന്റെ ഭക്ഷണം, അവന്റെ അമല്, അവൻ പിന്നെ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്ന് മലക്ക് അവിടെ എഴുതി വെക്കും. അത് അള്ളാഹുവിന് കാലെ കൂട്ടി ഭാവിയിൽ അവൻ എന്താകുന്ന അറിയുന്നത് അള്ളാഹ് ജ്ഞാനമുള്ളതുകൊണ്ട് മലക്കിനെ കൊണ്ട് എഴുതിക്കും. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ഫിഖ് എന്താ? ഇവിടെ പറയുന്ന ഫിഖ് ഇത്ര ഉള്ളോ? മുളക ആവണം. മുളക ആയെങ്കിലേ പിന്നെ മുളക ആകുന്ന പ്രായത്തിൽ ഗർഭചിത്രം നടന്നെങ്കിൽ, അബോർഷൻ നടന്നെങ്കിൽ മാത്രമാണ് ആ മുളക പരിശോധിക്കണമെന്നാ. അതിന് രൂപം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പെണ്ണിന് കാണുന്ന ബ്ലഡ് നിഫാസാണ്. മുളക ആവുന്നതിന് മുമ്പ് ഒരു പെണ്ണ് അബോർഷനായി, മിക്ക അബോർഷൻ അങ്ങനെയാണ് നടക്കുക. 1, 2, 3 മാസത്തിന്റെ ഉള്ളിലാണ് മിക്ക അബോർഷനും നടക്കുക. ആ അബോർഷൻ ഉള്ള പെണ്ണിന് ബ്ലഡ് വന്നാൽ തന്നെ അത് ഇസ്തിഹാലത്തിന്റെ ബ്ലഡ് ആയിട്ടാണ് കൂട്ടേണ്ടത്, രക്തസ്രാവത്തിന്റെ ബ്ലഡ് ആയിട്ടാണ് കൂട്ടേണ്ടത്, നിഫാസിന്റെ ബ്ലഡ് അല്ല. അവൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. ഈ മുതക ആവുന്ന സമയത്തിന് ശേഷമുള്ള പിന്നെ ആയെങ്കിൽ മാത്രമാണ് എന്തായിട്ട് കൂട്ടുള്ളൂ? നിഫാസായിട്ട് കൂട്ടുള്ളൂ. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ഉലമാക്കൾ മുഴുവൻ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു. അതിൽ എണ്ണത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. ചിലർ 120 പറഞ്ഞു, ചിലർ 80 പറഞ്ഞു. ഈ ഒരു വ്യത്യാസം അല്ലാതെ മുതുക ആവായി കഴിഞ്ഞാൽ, മുതുകനെ സംബന്ധിച്ച് മുതുകക്ക് 2 അവസ്ഥ ഉണ്ടാവും. ഒന്ന് പിന്നെ രൂപം വരാത്ത മുതുക ഉണ്ടാവും, രൂപം വന്ന മുതുക ഉണ്ടാവും. രൂപം വന്ന മുതുകാണ് നോക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം കാര്യങ്ങളിൽ ശരിയായ ധാരണ നമുക്കുണ്ടാകണം. അതിനാണ് രണ്ടാമത്തെ ഖുത്ബയിൽ അത്തരം ഫിഖ്ഹി പഠനങ്ങൾ കൂടി, കർമ്മശാസ്ത്ര പഠനങ്ങൾ കൂടി നമുക്ക് അറിയണം. ഈ കാലഘട്ടത്തിൽ കർമ്മശാസ്ത്ര പഠനം ഒരു അനാവശ്യ കാര്യമാണെന്നും ഈ ഫിഖ്ഹിന്റെ ഉള്ളി തുരിച്ച ചർച്ചകളാണ് സമുദായത്തെ അലോസരണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ ചിന്താഗതികൾ വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. അല്ല, ഫിഖ്ഹ് എന്നത് വലിയ വിജ്ഞാന ശാഖയാണ്. അതിനെ പോസിറ്റീവായി ഉപയോഗിക്കാത്തതാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന്റെ മതത്തെ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ആലുവയിലുള്ള അൻവർ സാഹിബ്, അദ്ദേഹം രോഗം ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹവും കുടുംബവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല
നമ്മളെയെല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല കുടുംബത്തോടു കൂടി ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.